പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയുടെ കാര്യത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ഇപ്പോൾ ബാക്കിയാവുകയാണ്. പക്ഷേ സാഗറാകട്ടെ ഇപ്പോൾ കൺമണിയുടെ കൂടെ നിൽക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. കമ്പനിക്ക് വേണ്ടി അത്രയധികം കഷ്ടപ്പെടുന്നവളാണ് കൺമണി. അതുകൊണ്ട് തന്നെ അവളെ തള്ളിക്കളയുക ശരിയായ ഒരു കാര്യമായി തനിക്ക് തോന്നുന്നില്ല എന്ന് ഇപ്പോൾ സുജയോട് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന സുജയാകട്ടെ കമ്പനിയും മകനും മാറ്റമുണ്ട്, അത് ഏതോ ഒരുത്തിക്ക് കൊടുക്കാനുള്ളതല്ല, മനസ്സിലായോ? ഞാൻ എന്തായാലും ഈ വിവാഹത്തിന് സമ്മതിക്കുകയില്ല. സുജ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, വിവാഹം അവൻ്റെ ഇഷ്ടത്തിനാണ് നടത്തേണ്ടത്, അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിനല്ല. നീ വെറുതെ വാശി പിടിച്ച് അവനെ നമ്മളിൽ നിന്ന് അകറ്റാതിരിക്കുന്നതാണ് നല്ലത്. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഒരിക്കലും അവൻ്റെ ഭാവി തുലയ്ക്കണമെന്ന് കരുതിയല്ല ഈ പറയുന്നത്. അവന് നല്ലൊരു ജീവിതം ലഭിക്കണം എന്ന് കരുതിയ. അതുകൊണ്ട് തന്നെ അവന് ആ കാര്യം മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. അതെ, അവന് കഴിവൊക്കെയുണ്ട്. എന്താണ് നല്ലത്, എന്താണ് പൊട്ട എന്ന് തിരിച്ചറിയുന്നതിനുള്ള. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നീ പോയി കാര്യങ്ങൾ അവനോട് പറഞ്ഞാൽ അവനതെല്ലാം വിശ്വസിച്ച് നിന്റെ കൂടെ നിൽക്കുമെന്നാണോ കരുതുന്നത്? ഒരിക്കലുമില്ല. അവനാണ് കൺമണിയെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവനെടുത്ത തീരുമാനത്തിൽ നിന്ന് പുറത്തേക്ക് പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് തെറ്റുപറ്റുമ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് കരുതി ഇരിക്കുകയാണോ വേണ്ടത്? അതാണോ ഇപ്പോൾ സാഗർ പറഞ്ഞു വരുന്നത്? അല്ല, ഒരിക്കലുമല്ല. ഞാൻ അങ്ങനെയല്ല കാര്യങ്ങൾ പറയുന്നത്. നീ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ കാര്യങ്ങൾ നിനക്ക് മനസ്സിലാകും. അവന് ഇഷ്ടപ്പെട്ട പെണ്ണിനെ അവൻ സെലക്ട് ചെയ്തിരിക്കുന്നു. അതിൽ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മൾ അവനെ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് വിവാഹത്തിന് സമ്മതിപ്പിച്ചിട്ട് എന്ത് കാര്യമാണ് ഉണ്ടാവുക? നീ ഒന്ന് ആലോചിച്ചു നോക്ക്. അവനൊരിക്കലും മാനസയെ സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി അവൻ്റെ കൂടെ നിൽക്കാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. നിങ്ങൾ എന്തു മനസ്സിലാക്കിയെന്നേ ഈ പറയുന്നേ? നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ഇതെല്ലാം ആ കൺമണിയുടെ ചതിയാണ്. അവളുടെ ചതിയിൽ വീണു പോയതാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴും കാര്യങ്ങൾ മനസ്സിലാകാത്തത്. എനിക്കല്ല, നിനക്കാണ് കാര്യങ്ങൾ മനസ്സിലാകാത്തത്. നീ ആ കാര്യങ്ങൾ വൈകാതെ തിരിച്ചറിയും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇവിടെ ഇരുന്ന് ബഹളം വെച്ചിട്ടൊന്നും ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നതാണ് സത്യം. അവൻ്റെ പെണ്ണിനെ തിരഞ്ഞെടുക്കുക തന്നെ ചെയ്യും. നീയോ ഞാനോ ആ കാര്യത്തിൽ എന്തു പറഞ്ഞിട്ടും ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ അവൻ്റെ കൂടെ നിൽക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ അവൻ്റെ അമ്മ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.